بسم الله الرحمن الرحيم إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد إن يشأ يذهبكم ويأتي بخلق جديد وما ذلك على الله بعزيز ولا تزر وازرة وزر أخرى وإن تدع مثقلة إلى حملها لا يحمل منه شيء ولو كان ذا قربى إنما تنذر الذين يخشون ربهم بالغيب وأقاموا الصلاة ومن تزكى فإنما يتزكى لنفسه وإلى الله المصير وما يستوي الأعمى والبصير ولا الظلمات ولا النور ولا الظل ولا الحرور وما يستوي الأحياء ولا الأموات إن الله يسمع من يشاء وما أنت بمسمع من في القبور إن أنت إلا نذير إنا أرسلناك بالحق بشيرا ونذيرا وإن من أمة إلا خلا فيها نذير وإن يكذبوك فقد كذب الذين من قبلهم جاءتهم رسلهم بالبينات وبالزبر وبالكتاب المنير ثم أخذت الذين كفروا فكيف كان نكير ألم تر أن الله أنزل من السماء ماء فأخرجنا به ثمرات مختلفا ألوانها ومن الجبال جدد بيض وحمر مختلف ألوانها وغرابيب سود ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إن الله عزيز غفور إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة
أيها الإخوان والأخوات يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, സഹോദരികൾ, കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ചു വരുന്ന രണ്ടാമത്തെ കേന്ദ്ര ഇഫ്താറിന്റെ ഭാഗമായി നടക്കുന്ന പ്രഭാഷണ പരിപാടിയിൽ ഖുർആൻ പഠനത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ് എന്നോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുകയും ആ മനുഷ്യവർഗത്തിന് ശരിയായ ദിശാബോധം നൽകുവാൻ ആവശ്യമായ ഗ്രന്ഥങ്ങളും പ്രവാചകന്മാരെയും നിയോഗിച്ചു. ആ കൂട്ടത്തിൽ അവസാന പ്രവാചകനും അവസാന വേദഗ്രന്ഥവുമായ വിശുദ്ധ ഖുർആൻ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നമ്മുടെ കയ്യിൽ നിലനിൽക്കുന്നു. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ ഏറ്റവും മഹത്തായ, മൂല്യവത്തായ, മനുഷ്യനെ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് വഴി നടത്താവുന്ന ഒരു വേദഗ്രന്ഥമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വിശുദ്ധ ഖുർആൻ പലതരത്തിലുള്ള വിശേഷണങ്ങൾ ആ ഗ്രന്ഥത്തെ സംബന്ധിച്ച് തന്നെ നടത്തിയതായി കാണാൻ സാധിക്കും. മനുഷ്യ മനസ്സിലുള്ള പ്രശ്നങ്ങൾക്ക് ശമനവും മാർഗദർശനവും അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും അള്ളാഹുവിന്റെ ഔദാര്യവും അനുഗ്രഹീതമായ വേദഗ്രന്ഥം, സുവ്യക്തമായ വേദഗ്രന്ഥം, സന്തോഷവാർത്ത നൽകുന്നത്, താക്കീത് നൽകുന്നത്, ഉത്കൃഷ്ടമായ വേദഗ്രന്ഥം, ഏറ്റവും ഉത്തമമായ വചനം, ഇങ്ങനെയുള്ള ഒരുപാട് വിശേഷണങ്ങൾ ഖുർആനെ സംബന്ധിച്ച് ഖുർആൻ തന്നെ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഏറ്റവും ചൊവ്വായ ഒരു വഴിയിലേക്ക് മനുഷ്യന് എത്താവുന്ന ഏത് കാലഘട്ടത്തിലും പ്രസക്തമായ ഒരു വേദഗ്രന്ഥമാണ് എന്നതാണ്. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ഖുർആൻ മുഖേന നമുക്ക് എത്തണമെങ്കിൽ വിശുദ്ധ ഖുർആനെ അതിൻ്റെതായ അർത്ഥത്തോടുകൂടി ഉൾക്കൊള്ളുവാനും അത് വായിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനും നമ്മൾ തയ്യാറാകുമ്പോൾ മാത്രമാണ് വിശുദ്ധ ഖുർആനിന്റെ മൂല്യം നമുക്ക് ഉൾക്കൊള്ളുവാനുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുവാനും സാധിക്കുന്നത്. അതിൽ നിന്ന് മനുഷ്യൻ പിന്നോട്ട് പോകുന്നത് കൊണ്ട് സാധാരണ ഒരു ന്യൂസ് പേപ്പറിനോ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ന്യൂസുകൾക്കോ നൽകുന്ന ഒരു വില പോലും ഒരർത്ഥത്തിൽ മുസ്ലിങ്ങളിൽ തന്നെ ഭൂരിപക്ഷം ആളുകളും അതിന്റെ ഉള്ളടക്കത്തിന് നൽകുന്നില്ല എന്ന ഒരവസ്ഥ ഉണ്ടായി തീർന്നിട്ടുള്ളത്. നാം അതിന്റെ കെട്ടും മട്ടും ചട്ടയും ഭംഗിയായി സൂക്ഷിക്കുകയും ആ നിലയ്ക്ക് അതിനെ ആദരിക്കുകയും ചെയ്യുന്നു. അതിലേറെ വിശുദ്ധ ഖുർആനിന്റെ ആശയം ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും അത് പാരായണം ചെയ്യുവാനും ജീവിതത്തിൽ പകർത്തുവാനും മുസ്ലിങ്ങളായ നമ്മോട് പല രീതിയിൽ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഒന്നുകിൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഖുർആൻ പഠിക്കുന്നവരോ അതല്ലെങ്കിൽ പഠിപ്പിക്കാൻ സാധിക്കുന്നവരോ ആയി വളരുകയോ ചെയ്യേണ്ടതുണ്ട്. അതുമല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പൂർണ്ണത എന്നുള്ള നിലക്ക് ഖുർആൻ നിരന്തരമായി പഠിക്കുന്നവനും അതോടൊപ്പം അത് പഠിപ്പിക്കുന്നവനുമായി മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടനാകാനാണ് വിശ്വാസികളായ നമ്മൾ ശ്രമിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇസ്ലാം ഏറെ സ്ഥാനം നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനാകർമ്മമാണ് നമസ്കാരം. നമസ്കാരത്തിനൊരു നേതൃത്വം ഉണ്ടാകണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ആ നേതൃത്വത്തിന്റെ അവകാശം ആർക്കാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്? പ്രവാചകൻ പറഞ്ഞു, വഅഹഖുഹും ബിൽ ഇമാമ അഖറഉഹും, നിങ്ങളിൽ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾ അഖറഉഹും, നിങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ ആ നമസ്കരിക്കുന്നവരിൽ ഏറ്റവും നന്നായി ഖുർആൻ അറിയുന്ന ഓതുന്ന ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നേതൃത്വം മാത്രമല്ല, പ്രവാചകന്റെ മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം, ഇമാമിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും ബുദ്ധിയും വിവേകവും പക്വതയും
അറിവും പാണ്ഡിത്യവുമുള്ള ആളുകളാണ് ഇമാമിനോട് ചേർന്ന് നിൽക്കേണ്ടത് എന്നും പ്രവാചകൻ പഠിപ്പിച്ചു. ലിയലിനി മിൻകും ഉലുൽ അഹ്ലാമി വന്നുഹ തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും. നിങ്ങളിൽ നിന്ന് വിവേകവും പക്വതയുമുള്ള ആളുകൾ എന്നോട് അടുത്തു നിൽക്കട്ടെ നമസ്കാരത്തിൽ, പിന്നെ അതിന്റെ അടുത്ത ആളുകൾ, പിന്നെ അതിന്റെ അടുത്ത ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ആളോടുള്ള സാമീപ്യവും ഖുർആൻ പഠിച്ച മനസ്സിലാക്കിയ ആളുകൾക്കാണ് ഇസ്ലാം നൽകിയത് എന്ന് ഇതിന്റെ സ്ഥാനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, അസൂയ പാടില്ല രണ്ട് കാര്യത്തിലല്ലാതെ. ഒന്ന്, പ്രവാചകൻ പറഞ്ഞത് റജുലുൻ ആതാഹുല്ലാഹുൽ കിതാബ വഖാമ ബിഹി ആനാ അല്ലൈൽ, ഒരാൾക്ക് അല്ലാഹു ഗ്രന്ഥം നൽകി, അവൻ ആ വേദഗ്രന്ഥം പഠിക്കുകയും അത് പാരായണം ചെയ്തുകൊണ്ട് രാത്രിയുടെ സമയങ്ങളിൽ അവൻ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നു. അയാളോട് ഞാനും അങ്ങനെ ആയെങ്കിൽ എന്നുള്ള ആഗ്രഹം മറ്റുള്ള ആളുകൾക്ക് പ്രകടിപ്പിക്കാമെന്ന് ഇസ്ലാം ഇളവ് നൽകുകയുണ്ടായി. മറ്റൊരു റിപ്പോർട്ടിൽ വറജുലുൻ ആതാഹുല്ലാഹു ഹിക്മതൻ ഫഹുവ യഖ്ലി ബിഹാ വയുഅല്ലിമുഹാ, അല്ലാഹു ഒരാൾക്ക് അറിവ് നൽകുന്നു, അയാൾ ആ അറിവനുസരിച്ച് വിധിക്കുന്നു, അയാൾ ആ അറിവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് വേറെ ഒരു ഹദീസിൽ റിപ്പോർട്ട് ചെയ്തതായും കാണാൻ സാധിക്കും. എല്ലാ അറിവിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. ഇസ്ലാമികമായ എല്ലാ വിജ്ഞാനങ്ങളുടെയും കേന്ദ്രം അത് വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ സാധിക്കുക, അത് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുക, അതനുസരിച്ച് ആളുകൾക്ക് അറിവ് നൽകാൻ സാധിക്കുക, ഇത് അസൂയാവഹമായ ഒരു നേട്ടമാണ്, ഒരാൾക്ക് ലഭിക്കാവുന്ന നേട്ടമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരണപ്പെടുമ്പോൾ പോലും ഖബറിലേക്ക് വെക്കുന്നിടത്ത് പോലും ഖുർആൻ പഠിച്ചവന് പ്രാധാന്യം നൽകിയതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ രക്തസാക്ഷികളായപ്പോൾ ഒരു ഖബറിൽ തന്നെ ഒന്നിലധികം ആളുകളെ മറവ് ചെയ്യുകയുണ്ടായി. അവിടെ ഖബറിലേക്ക് ആദ്യമായി ഇറക്കി വെച്ചതും ഖിബ്ലയുടെ ഭാഗത്തേക്ക് ആദ്യമായി ചേർത്ത് വെച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോഴൊക്കെ ചോദിക്കുമായിരുന്നു, ആരാണ് അയ്യുഹും അക്തറു ഖുർആന, ആരാണ് ഈ മയ്യത്തിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ചവർ എന്ന് പ്രവാചകൻ ചോദിക്കുകയും ഫയുഖദ്ദിമുഹു ഇലൽ ഖിബ്ല, ഏറ്റവും അധികം ഖുർആൻ പഠിച്ചവനെ ഖബറിൽ ഖിബ്ലയുടെ ഭാഗത്തേക്ക് മുന്തിച്ചു വെക്കുകയും ചെയ്യുമായിരുന്നു എന്ന് തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഖബറിൽ പോലും ഖുർആൻ പഠിച്ചവനാണ് മുൻഗണന നൽകിയത് എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ രേഖയിൽ മലക്കുകളോടൊപ്പം, പുണ്യവാളന്മാരായ മലക്കുകളോടൊപ്പമാണ് വിശുദ്ധ ഖുർആനിൽ മാഹിറായ, നിപുണനായ, സമർത്ഥനായ, അത് ഓതാനും പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും അത് പകർന്നു കൊടുക്കുന്നതിലുമൊക്കെ നിപുണനായ ആൾക്ക് മലക്കുകളോടൊപ്പം സ്ഥാനമുണ്ട് എന്ന് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതേപോലെ ഓരോ ആളുകൾക്കും പ്രത്യേകക്കാരായ ചില ആളുകൾ ഉണ്ടാകും. മനുഷ്യർക്കിടയിലും അങ്ങനെയാണ്. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന് ചില പ്രത്യേകക്കാരായ ആളുകളുണ്ട്. ഇന്നലില്ലാഹി തആല അഹ്ലീന മിനന്നാസ്, മനുഷ്യരിൽ നിന്ന് അള്ളാഹുവിന് ചില ആളുകളുണ്ട്. ആരാകുന്നു അവർ? അഹ്ലുൽ ഖുർആൻ ഹും അഹ്ലുല്ലാഹി വഖാസത്തുഹു. ഇമാം അഹ്മദ്, നസായി, ഹാക്കിം മുതലായവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആരാകുന്നു അള്ളാഹുവിന്റെ അഹ്ലുകാർ, അള്ളാഹുവിന്റെ ആളുകൾ? അവർ വിശുദ്ധ ഖുർആനിന്റെ ആളുകളാണ്. അവരാകുന്നു അള്ളാഹുവിന്റെ അടുത്ത ആളുകളും അവന്റെ പ്രത്യേകക്കാരായ ആളുകളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. നോക്കൂ, അള്ളാഹുവിന്റെ അടുത്ത ആളുകളായി മാറാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അവസരം അത് ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് എന്നാകുന്നു ഈ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആരും സംസാരിക്കാത്ത, എന്നാൽ അചേതന വസ്തുക്കൾ സംസാരിക്കുന്ന ഒരു ലോകമാണ് പരലോകമെന്ന് പറയുന്നത്. മനുഷ്യർക്കും ചില പ്രത്യേക സമയങ്ങളിൽ സംസാരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ മനുഷ്യന്റെ നോമ്പ്, അതേപോലെ ഖുർആൻ, ഇവയൊക്കെ പരലോകത്ത് സംസാരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഖുർആൻ പരലോകത്ത് വരികയും ആ ഖുർആൻ പാരായണം ചെയ്ത ആളുകൾക്ക് വേണ്ടി ഷഫീഅൻ ലി അസ്ഹാബിഹി, വിശുദ്ധ ഖുർആനിന്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശകനായി നാളെ പരലോകത്ത് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ നോക്കൂ, നമുക്ക് ഏതൊരു സഹായവും ലഭിക്കാവുന്ന, എന്നാൽ ആരിൽ നിന്നും ഒരു സഹായവും ലഭ്യമല്ലാത്ത ഒരു പ്രത്യേക ആ ഭയങ്കരമായ സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ വരുന്നത് ആരാണ്? നമ്മൾ പാരായണം ചെയ്ത, നമ്മൾ പഠിച്ച, നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ വിശുദ്ധ ഖുർആനാണ്. ഇത് വമ്പിച്ച ഒരു നേട്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ നേട്ടം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ വെച്ച് ഖുർആൻ പഠിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഖുർആൻ പരലോകത്ത് വെച്ച് അള്ളാഹുവിനോട് പറയുന്ന വാചകം നമുക്ക് കാണാം, വയഖൂലുൽ ഖുർആനു മനഅതുഹുൻ നൗമ ബില്ലൈൽ, അള്ളാഹുവേ, ഞാനാകുന്നു രാത്രിയിൽ ഇവന്റെ ഉറക്കം തടഞ്ഞത്. കാരണം അവൻ ഖുർആൻ പാരായണം ചെയ്തു, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അവൻ നമസ്കരിച്ചു.
അവന്റെ ഉറക്കം കെടുത്തിയത് ഞാനാണ്. അതുകൊണ്ട് ഫശഫ്ഇനി ഫീഹ്, അല്ലാഹുവേ അവന്റെ മാർഗത്തിൽ അവന്റെ വിഷയത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണമേ എന്ന് ഖുർആനാണ് അള്ളാഹുവിനോട് ശുപാർശ നടത്തുന്നത്. ഖുർആനും അതുപോലെ നോമ്പും നടത്തുന്ന ഈ ശുപാർശകൾ അത് സ്വീകരിക്കപ്പെടുമെന്ന് ഇമാം അഹ്മദും മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഇതിനേക്കാൾ വലിയ നേട്ടം വേറെ ഏതുണ്ട്? അതേപോലെ വിശുദ്ധ ഖുർആൻ പഠിച്ച ആളുകൾക്ക് പരലോകത്ത് ലഭിക്കുന്ന അത്യുത്തമമായ സ്ഥാനത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി. ഇമാം തിർമിദി, ഇബ്നു ഖുസൈമ, ഹാക്കിം മുതലായവർ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ നമുക്ക് കാണാം, വിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് വരും. ഖുർആൻ പാരായണം ചെയ്തവൻ, ഖുർആനിന്റെ ആള് നാളെ ഖിയാമത്ത് നാളിൽ വരും. അപ്പോൾ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനോട് പറയും, യാ റബ്ബി ഹല്ലിഹ്, അള്ളാഹുവേ ഇതാ എന്നെ പാരായണം ചെയ്ത, എന്നെ ഓതി നമസ്കരിച്ച, എന്നെ പഠിച്ച, എന്നെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി ജീവിതത്തിൽ മാറ്റം വരുത്തിയ ഈ ആളെ അള്ളാഹുവേ ഹല്ലിഹ്, അവനെ നീ ഒരു വസ്ത്രം അണിയിക്കണമേ. ഫയുൽബസു താജൽ കറാമ, അങ്ങനെ കറാമത്തിന്റെ, ആദരവിന്റെ, ബഹുമാനത്തിന്റെ, ശ്രേഷ്ഠതയുടെ വസ്ത്രം ഈ ഖുർആൻ പാരായണം ചെയ്ത ആൾക്ക് അണിയിക്കപ്പെടും. വീണ്ടും ഖുർആൻ പറയും, സുമ്മ യഖൂലു യാ റബ്ബി സിദ്ഹു, അല്ലാഹുവേ ഈ ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിക്ക് നീ ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. ഫയുൽബസു ഹുല്ലത്തൽ കറാമ, വീണ്ടും അയാൾക്ക് കറാമത്തിന്റെ വസ്ത്രം, ആദരവിന്റെ വസ്ത്രം അണിയിക്കപ്പെടും. സുമ്മ യഖൂലു യാ റബ്ബി ഇർള അൻഹു, അല്ലാഹുവേ അയാളെ നീ തൃപ്തിപ്പെടണമേ എന്ന് ഖുർആൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു. ഫയർള അൻഹു, അപ്പോൾ ഖുർആനിന്റെ ആളെ അള്ളാഹു തൃപ്തിപ്പെടുന്നു. ഫയുഖാൽ, അപ്പോൾ ഈ മനുഷ്യനോട് പരലോകത്ത് വെച്ച് പറയപ്പെടും, ഇഖ്റ വർഖ, നീ ദുനിയാവിൽ ഖുർആൻ പാരായണം ചെയ്തതുപോലെ പരലോകത്തും നീ ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ പാരായണം ചെയ്യുന്നതിനനുസരിച്ച് നിന്റെ സ്ഥാനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും, നീ ഉയരുക, അഭിവൃദ്ധി പ്രാപിക്കുക. വയുസ്ദാദു ബികുല്ലി ആയത്തിൻ ഹസന, ഓരോ ആയത്തുകൾ പരലോകത്ത് വെച്ച് അവൻ പാരായണം ചെയ്യുമ്പോഴും അവന്റെ നന്മകൾ വർദ്ധിപ്പിക്കപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അപ്പോൾ പരലോകത്ത് ഖുർആൻ ഓതി അവിടെയും നമ്മുടെ പദവികൾ ഉയർന്നു വരുവാൻ സാധിക്കണമെങ്കിൽ ഈ ലോകത്ത് നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനും അതനുസരിച്ച് ജീവിക്കാനും നാം താല്പര്യം കാണിക്കേണ്ടതുണ്ട് എന്ന ശക്തമായ ബോധ്യമാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖുർആൻ പഠിച്ച ആളുകൾക്ക് മാത്രമല്ല, ഖുർആൻ പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് മതിയായ സ്ഥാനങ്ങൾ, അവർ പോലും അതിശയിച്ചു പോകുന്ന സ്ഥാനങ്ങൾ പരലോകത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നാളെ പരലോകത്ത് ഒരു വിവർണമായ മനുഷ്യന്റെ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് വരും. എന്നിട്ട് ആ ഖുർആനിന്റെ ആളോട് ഈ മനുഷ്യരൂപത്തിൽ വന്ന ഖുർആൻ ചോദിക്കും, ഹൽ തഅരിഫുനി, നീ എന്നെ അറിയുമോ? ആരാ ചോദിക്കുന്നത്? വിശുദ്ധ ഖുർആനാണ് ചോദിക്കുന്നത്. നീ എന്നെ അറിയുമോ എന്ന് ഈ ആൾ രൂപത്തിൽ വന്ന വ്യക്തി ആ രൂപം ചോദിക്കും. എന്നിട്ട് അയാൾ തന്നെ പരിചയപ്പെടുത്തും, അനല്ലദീ കുന്തു ഉസ്ഹിറു ലൈലക്, നിന്റെ രാത്രിയിൽ ഉറക്കമൊഴിപ്പിച്ചിരുന്നുവല്ലോ, അത് ഞാനാകുന്നു, ഞാനാണ് നിന്റെ ഉറക്കം കെടുത്തിയത്. വഉൽമിഉ ഹവാജിറക്, നട്ടുച്ചക്ക് നിന്നെ ദാഹിപ്പിച്ചവൻ ഞാനാണ് എന്ന് വിശുദ്ധ ഖുർആൻ അയാളോട് പറയും. എല്ലാ ആളുകളും അവരുടെ കച്ചവടത്തിന്റെ പിന്നാലെയാണ്, എന്നാൽ ഇന്നിതാ ഞാൻ എല്ലാ കച്ചവടക്കാർക്കും പിന്നിൽ നിന്നോടൊപ്പം ഞാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അയാളോട് പറയും. ഫയുതൽ മുൽകു ബിയമീനിഹി, അങ്ങനെ ഖുർആൻ പഠിച്ച, പാരായണം ചെയ്ത, അത് പഠിപ്പിച്ച, അതനുസരിച്ച് ജീവിച്ചവന്റെ വലത് കൈയിൽ മുൽക്ക്, അവന് അധികാരം നൽകപ്പെടും. വൽ ഖുൽദു ബിശിമാലിഹി, ഇടത് കൈയിൽ അവന് ശാശ്വതത്വവും നൽകപ്പെടും. വയൂദഉ അലാ റഅസിഹി താജുൽ വഖാർ, അവന്റെ തലയിൽ മഹത്വത്തിന്റെ, സ്ഥാനത്തിന്റെ ഒരു കിരീടം അവന് അണിയിക്കപ്പെടും. വയുക്സാ വാലിദാഹു, ഈ ഖുർആൻ പഠിച്ച, അത് മനഃപ്പാഠമാക്കിയ, അത് ഓതിയ, അത് പഠിപ്പിച്ച ആൾക്ക് മാത്രമല്ല, അവന്റെ മാതാപിതാക്കൾക്ക് 2 വസ്ത്രങ്ങൾ അണിയിക്കപ്പെടും. ഓരോ വസ്ത്രങ്ങൾ ഹുല്ലത്തൈനി, 2 വസ്ത്രങ്ങൾ അണിയിക്കപ്പെടും. ലാ തുഖവ്വമു ലഹും അദ്ദുനിയാ വമാ ഫീഹാ, ആലോചിച്ചു നോക്കൂ, ഈ ദുനിയാവ് ഒന്നായി, അതിലുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണോ ആ വിഭവങ്ങൾ പോലും ഈ വസ്ത്രത്തിന് മൂല്യം കൽപ്പിക്കാൻ പറ്റിയതല്ല. അതിനേക്കാൾ മൂല്യവത്തായ വസ്ത്രമാണ് ഈ മാതാപിതാക്കൾക്ക് നൽകപ്പെടുന്നത്. യാ റബ്ബി അന്നാ ലനാ ഹാദാ, ഈ വസ്ത്രം അണിയിക്കപ്പെടുന്ന മാതാപിതാക്കൾ ചോദിക്കും, അല്ലയോ എന്റെ നാഥ, എങ്ങനെയാണ് എനിക്ക് ഈ വസ്ത്രം കിട്ടിയത്? ഫയുഖാലു ബിതഅലീമി വലദികുമൽ ഖുർആൻ, നിനക്ക് ഈ വസ്ത്രം നൽകിയത് നീ നിന്റെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചു.
അവരെ ഖുർആൻ ഓതുന്ന, അത് മനഃപ്പാഠമാക്കിയ, അത് പഠിപ്പിക്കുന്ന ആളുകളാക്കി നീ വളർത്തി. അതിന് നീ ചെലവഴിച്ച അധ്വാനം, നിന്റെ പണം, നിന്റെ സമ്പത്ത്, ഇതെല്ലാം നീ ദുനിയാവിൽ ചെലവഴിച്ചുവല്ലോ. നിന്റെ മക്കളെ പഠിപ്പിച്ചതിനാണ്, ഖുർആൻ പഠിപ്പിച്ചതിനാണ് ഈ വസ്ത്രം. അതുകൊണ്ട് നീ ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആനിന്റെ ആളോട് പറയപ്പെടും, നീ ഖുർആൻ ഓതുക, ഉയരുക, നിന്റെ പദവികൾ വർദ്ധിക്കട്ടെ. ദുനിയാവിൽ നീ എങ്ങനെ തർത്തീലായി അതിന്റെ എല്ലാവിധ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഖുർആൻ സാവകാശത്തിൽ പാരായണം ചെയ്തിരുന്നുവോ, അതുപോലെ നീ ഇവിടെയും ഖുർആൻ പാരായണം ചെയ്യുക. നീ അവസാനം ഓതുന്ന ആയത്തിന്റെ അടുക്കലാണ് നിന്റെ സ്ഥാനം എന്നവനോട് പറയപ്പെടും. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അസ്സഹീഹയിൽ ഈ ഹദീസ് നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്കുള്ള സ്ഥാനവും ദുനിയാവിലും മരണത്തിന് ശേഷവും പരലോകത്തും പഠിച്ചവനും പഠിപ്പിച്ചവനും അതിന് പ്രോത്സാഹനം നൽകിയവനും കിട്ടുന്ന സ്ഥാനം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പത്രത്തിന്റെ വില പോലും നമ്മൾ ഖുർആനിന്റെ ആളുകളായ മുസ്ലിങ്ങളായ നമ്മൾ നമ്മുടെ ഖുർആൻ നൽകുന്നില്ല. പത്രം നാം എത്ര മണിക്കൂറുകൾ വായിക്കുന്നു, എത്ര മണിക്കൂറുകൾ ന്യൂസ് കേൾക്കുന്നു, മറ്റ് ഭൗതികമായ വിവരങ്ങൾ അറിയാൻ ഏതെല്ലാം സാങ്കേതിക വിദ്യകളും സമയങ്ങളും നാം ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ ഇത്രയേറെ ഉത്കൃഷ്ടമായ വിശുദ്ധ ഖുർആൻ പഠിക്കാനോ മനസ്സിലാക്കാനോ ഓതാനോ പാരായണം ചെയ്യാനോ അത് പഠിപ്പിക്കാനോ അതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുവാനോ അതിന്റെ മാർഗങ്ങളിൽ പ്രബോധനം നടത്തുവാനോ നമുക്ക് സമയം കിട്ടാറുണ്ടോ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഖുർആൻ എന്ന് പറയുന്നത് അതിഭയങ്കരമായ ഒരു കാര്യമാണ്. നിങ്ങൾ ഖുർആൻ മുറുകെ പിടിക്കുക. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ അല്ലാഹുവിന്റെ പാശം, അല്ലാഹുവിന്റെ കയർ നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾ ഭിന്നിച്ചു പോകരുതെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഏതാകുന്നു ആ കയർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഒരു ഹദീസിലൂടെ ആ കാര്യം പഠിപ്പിച്ചു. സഹാബികൾ പറയുകയാണ്, ഞങ്ങൾ മദീനക്കടുത്ത് ജുഹഫയിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് ചോദിച്ചു, അല്ലാഹു അല്ലാതെ മറ്റാരും ആരാധനക്കർഹനില്ലെന്നും അവനിൽ മറ്റാരെയും പങ്കുചേർക്കരുതെന്നും ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണെന്നും വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്ന് അവതരിച്ചതാണെന്നും നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നില്ലേ എന്ന് പ്രവാചകൻ ചോദിച്ചു. അതെ എന്ന് ഞങ്ങൾ ഉത്തരം പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫഅബ്ശിറൂ, നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ. മറ്റൊരു റിപ്പോർട്ടിൽ രണ്ടാമതും ആവർത്തിച്ചതായി കാണാം, മനുഷ്യരെ നിങ്ങൾ സന്തോഷിക്കുക. എന്താണ് സന്തോഷിക്കാൻ വക? ഫഇന്ന ഹാദൽ ഖുർആന തറഫുഹു ബിയദില്ലാ, തീർച്ചയായും ഈ ഖുർആൻ അതിന്റെ ഒരു അറ്റം അല്ലാഹുവിന്റെ കയ്യിലാണ്. വതറഫുഹു ബിഐദീകും, അതിന്റെ മറ്റേ അറ്റം നിങ്ങളുടെ കയ്യിലാകുന്നു. നോക്കൂ, പിഴച്ചുപോകാത്ത, അറ്റുപോകാത്ത, യാതൊരുവിധ വക്രതയും കടന്നുകൂടാത്ത നേരാനേർക്കുള്ള ചൊവ്വായ ഒരു കയറുകൊണ്ട് അല്ലാഹുവിന്റെ കൈയും നമ്മുടെ കൈയുമായി ഈ ഖുർആൻ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് പ്രവാചകന്റെ വചനവും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആ കയറ് മുറുകെ പിടിക്കാൻ എന്തുണ്ട് മാർഗം? അത് വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. എങ്കിൽ നമുക്ക് ഉയർച്ചയുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. മുസ്ലിം തന്നെ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമ വയളഉ ബിഹി ആഖരീൻ. തീർച്ചയായും അല്ലാഹു ഒരു ജനവിഭാഗത്തെ ഈ ഖുർആൻ കൊണ്ട് ഉയർത്തുകയും മറ്റൊരു ജനവിഭാഗത്തെ ഈ വേദഗ്രന്ഥം കൊണ്ട് അല്ലാഹു താഴ്ത്തിക്കളയുകയും അല്ലെങ്കിൽ അധമന്മാരാക്കി മാറ്റുകയും ചെയ്യും എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ അത് ഖുർആൻ പഠിക്കലാണ് മാർഗം. നമ്മൾ തകർന്നു പോകണമെങ്കിൽ, നശിച്ചു പോകണമെങ്കിൽ അത് ഖുർആനെ ഒഴിവാക്കലാണ് ഏറ്റവും വലിയ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദുനിയാവിൽ ആഖിറത്തിൽ നമുക്ക് ഈ പറഞ്ഞ നേട്ടങ്ങൾ ലഭിക്കാൻ ഖുർആനാകുന്ന കയറ് അത് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഖുർആനിനെ നമ്മൾ ഭദ്രമായി കെട്ടിപ്പൂട്ടി വെക്കുന്നു. വായിക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ നമ്മൾ തയ്യാറാകുന്നില്ല. അങ്ങനെ വേദഗ്രന്ഥത്തെ ഉപേക്ഷിച്ച ആളുകളെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം മീൻ പിടിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആൻ പറയുന്നു, സൂറത്ത് അഅറാഫിലെ 169, 170 വചനങ്ങളിൽ നമുക്ക് കാണാം, പിന്നീട് അവർക്ക് ശേഷം വേറെ ഒരു വിഭാഗം ആളുകൾ വന്നു. വരിസുൽ കിതാബ യഖുദൂന അദൽ അദ്നാ വയഖൂലൂന സയഗ്ഫറു ലനാ വഇൻ യഅതിഹിം അറദും മിസ്ലുഹു യഖുദൂനഹു. ആ ആളുകൾക്ക് ശേഷം വന്ന ആളുകൾ വേദഗ്രന്ഥത്തെ അവർ അതിന്റെ അനന്തരാവകാശ മാറി. പക്ഷേ അവരിതാ ഈ താഴ്ന്ന ഭൗതികമായ വിഭവങ്ങളെയാണ് പറയുന്നു, ഞങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുമെന്ന്. എന്നിട്ടോ വീണ്ടും അവർക്ക് അതുപോലുള്ള ഭൗതികമായ നേട്ടങ്ങൾ നൽകപ്പെട്ടാൽ അത് തയ്യാറാണ്. അല്ലാഹു അവരോട് ചോദിക്കുന്നു, അല്ലാഹു നിങ്ങളോട് അല്ലാഹുവിനെ കുറിച്ച് ന്യായമല്ലാത്ത ഒന്നും പറയരുതെന്നും നിങ്ങൾ
നിങ്ങളോട് കരാർ ചെയ്തിട്ടില്ലേ? വദറസൂ മാ ഫീഹി, ആ വേദഗ്രന്ഥത്തിലുള്ള കാര്യം നിങ്ങൾ പഠിക്കുകയും ചെയ്തിട്ടില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറയുന്നു. വേദഗ്രന്ഥം നൽകപ്പെടുകയും അത് ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്ത ആളുകളെ കുറിച്ചാണ് ഖുർആൻ ഇവിടെ പറഞ്ഞത്. എന്നാൽ അതിന്റെ തൊട്ടുശേഷം 170 ആയത്തിൽ വല്ലദീന യുമസ്സികൂന ബികിതാബില്ലാ വഅഖാമുസ്സലാ ഇന്നാ ലാ നുളീഉ അജ്റൽ മുസ്ലിഹീൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുർആനിനെ യുമസ്സികൂൻ, അതിനെ വളരെ കൃത്യമായി മുറുകെ പിടിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്ന മുസ്ലിഹുകളുടെ, ഇസ്ലാഹ് നടത്തുന്ന ഇസ്ലാഹികളുടെ പ്രതിഫലത്തെ നാം നഷ്ടപ്പെടുത്തുകയില്ല. ആരാണ് ഇസ്ലാഹി? ഇസ്ലാഹി എന്ന് പറഞ്ഞാൽ ഖുർആൻ കയ്യിൽ പിടിച്ച് നടക്കുന്നവനല്ല, മറിച്ച് അത് പഠിക്കണം, അത് പഠിപ്പിക്കണം, അത് പാരായണം ചെയ്യണം, അതനുസരിച്ച് ജീവിക്കണം. അവരുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സൂറത്ത് ഫാത്തിറിൽ നമുക്ക് കാണാം, തുമ്മ ഔറസ്നൽ കിതാബല്ലദീന സ്തഫൈനാ മിൻ ഇബാദിനാ. അതിനുശേഷം നമ്മെ പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹു പറയുന്നു, നമ്മുടെ അടിമകളിൽ നിന്ന് ചില ആളുകളെ നാം പ്രത്യേകമായി തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? ഈ ഗ്രന്ഥം നൽകിക്കൊണ്ട്. വിശുദ്ധ ഖുർആൻ അള്ളാഹു മുസ്ലിം സമൂഹത്തിന്, ലോകത്തിന് നൽകിയതാണ്. പക്ഷേ നമ്മെ അതിന്റെ അവകാശികളാക്കി മാറ്റിയിരിക്കുന്നത് സ്വീകരിച്ച നമ്മൾ. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ തന്നെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവർ, മിതമായ നിലപാട് സ്വീകരിക്കുന്നവർ, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നന്മയിലേക്ക് മുൻകടന്നു പോകുന്ന ആളുകൾ 3 വിഭാഗമുണ്ട് എന്ന് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നു. നാം ആരാകണം? സ്വന്തം ഖുർആൻ സ്വീകരിക്കുകയും ലഭിക്കുകയും അത് പൂർണ്ണമായി സ്വീകരിക്കാതെ പോവുകയും ചെയ്യുന്ന, സ്വന്തത്തോട് അക്രമം ചെയ്ത മുസ്ലിം ആകണമോ? അതല്ല മിതമായ നിലപാട് സ്വീകരിക്കുന്നവരാകണമോ? അതല്ല ഖുർആൻ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി പഠിപ്പിച്ച് ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ഖൈറാത്തിലേക്ക് മുൻകടക്കുന്ന ഉത്തമരായ ആളുകളാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാകുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലെ 56, 57, 58 ആയത്തുകളിൽ നമ്മോട് ഖുർആൻ പറയുന്നത്, ഇതാ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് സതുപദേശം വന്നിരിക്കുന്നു, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ശമനം വന്നിരിക്കുന്നു, മാർഗദർശനവും കാരുണ്യവുമായിക്കൊണ്ട് സത്യവിശ്വാസികൾക്ക്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാകുന്നു ഇത്, അള്ളാഹുവിന്റെ ഔദാര്യമാകുന്നു. അതുകൊണ്ട് വിശ്വാസികളെ അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ എന്തെല്ലാം ഒരുമിച്ച് കൂട്ടുന്നുവോ അതിനേക്കാളൊക്കെ വലുത്. എത്ര ദീനാറ് കിട്ടിയാലും, എത്ര ഭൗതികമായ സ്വത്ത് കിട്ടിയാലും ശരി, നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠം അത് ഈ ഖുർആനാണ് എന്ന് നമ്മോടാകുന്നു അള്ളാഹു പറയുന്നത്. പക്ഷേ ആ നിലക്ക് ഖുർആനെ മനസ്സിലാക്കുവാൻ, എനിക്കെല്ലാറ്റിനേക്കാളും ഉത്തമം ഈ ഖുർആൻ പഠിക്കലാണെന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ തയ്യാറുണ്ടോ? നമ്മളിൽ എത്ര ആളുകൾ, ഈ ഇരിക്കുന്ന നിങ്ങൾ, പറയുന്ന ഞാൻ, നമ്മൾ ഒരുപാട് തവണ ആലോചിക്കേണ്ടതുണ്ട്. ഈ ഖുർആനിനെ ഇന്നലക്ക് സ്വീകരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠം എന്ന നിലക്ക് സ്വീകരിച്ച് പഠിച്ച് പാരായണം ചെയ്ത് പഠിപ്പിച്ച് പകർത്തുന്ന മുസ്ലിമുകളാകാൻ നമ്മളിൽ എത്ര ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, സമയം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. ഖുർആൻ അതിന്റെ പദങ്ങൾ മാത്രം ഓതിപ്പോകുന്ന ആളുകളുണ്ട്, അർത്ഥം പഠിച്ചുകൊണ്ട് ഓതിപ്പോകുന്ന ആളുകളുണ്ട്, അർത്ഥം പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഏതാണ് ഏറ്റവും ശ്രേഷ്ഠം? അത് ഓതുന്നു, അർത്ഥം പഠിക്കുന്നു, ജീവിതത്തിൽ പകർത്തുന്നു. ആ കൂട്ടത്തിൽ പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി പ്രോത്സാഹനം നൽകുന്ന ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ ഓതുന്ന സത്യവിശ്വാസിയോട് ഓറഞ്ചിനോടാണ് പ്രവാചകൻ സാദൃശ്യപ്പെടുത്തിയത്. ഖുർആൻ ഓതാത്ത സത്യവിശ്വാസിയെ കാരക്കയോടാണ് സാദൃശ്യപ്പെടുത്തിയത്. കാരക്കയ്ക്ക് രുചിയുണ്ട്, പക്ഷെ മണമില്ല. ഓറഞ്ചിന് രുചിയുണ്ട്, അതോടൊപ്പം നല്ല സുഗന്ധവുമുണ്ട്. അങ്ങനെ സ്വയം മണമുണ്ടാകുന്ന, സ്വയം രുചിയുണ്ടാകുന്ന 2 ഗുണവും നേടുന്ന വിശ്വാസിയാകാൻ സാധിക്കണമെങ്കിൽ ഖുർആൻ പഠിക്കുന്നവരായി ഉയരാൻ നമുക്ക് സാധിക്കണം. അതേപോലെ വിശുദ്ധ ഖുർആനിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞു, ഇതിന് പ്രേരകമായിക്കൊണ്ട് അല്ലദീന യത്ലൂന കിതാബല്ലാഹി ഹഖ്ക തിലാവതിഹി, ഖുർആൻ ഓതേണ്ടുന്ന മുറപ്രകാരം ഖുർആൻ പാരായണം ചെയ്യുന്നവർ എന്ന് ഖുർആൻ വിശ്വാസികളെ കുറിച്ച് പറയുന്നു. എന്താണ് മുറപ്രകാരം പാരായണം ചെയ്യുക? അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർക്ക് വിശ്വാസം വർദ്ധിക്കുകയും അവരുടെ ഹൃദയങ്ങൾ വിറക്കുകയും അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. നമ്മുടെ വിശ്വാസം വർദ്ധിക്കാറുണ്ടോ? ഖുർആൻ കേൾക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ തോന്നാറുണ്ടോ? നമ്മുടെ മനസ്സ് വിറക്കാറുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അതിന്റെ അർത്ഥം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായിട്ടില്ല. അവർക്ക് രോമാഞ്ചമുണ്ടാകുന്നു, അവരുടെ ചർമ്മങ്ങളും അവരുടെ ഹൃദയങ്ങളും ലോലതയുള്ളതായി മാറുന്നു. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, ആ അഹ്സനുൽ ഹദീസ് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ എന്ന് ഖുർആൻ പറയുന്നു. ആ ഒരു രോമാഞ്ചം, ആ ഒരു മാറ്റം, ആ ഒരു ആവേശം നമ്മുടെ മനസ്സിൽ ജീവിതത്തിൽ ഉണ്ടാകാതെ പോകുന്നത് ഖുർആനിനെ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്.
വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അതിന്റെ ആയാത്തുകൾ കൃത്യമായി വിശദീകരിക്കപ്പെട്ടതാണ്. ഖുർആനൻ അറബിയ്യൻ ലിഖൗമിൻ യഅലമൂൻ. പ്രത്യേകം മനസ്സിലാക്കണം, ഓതുന്നവർക്ക് എന്ന് മാത്രമല്ല, അത് പഠിക്കുന്ന ആളുകൾക്കാകുന്നു ഈ ഖുർആൻ നാം നൽകിയിരിക്കുന്നത് എന്ന് ഖുർആൻ നമ്മോട് പറയുന്നു. അപ്പോൾ ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിക്കാത്ത ആളുകളാണ് അവിശ്വാസികളെന്ന് അവരെ ആക്ഷേപിച്ച് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരിടത്ത് ഖുർആൻ അവർ മനസ്സിലാക്കാത്തത് കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ നാം തിരിച്ചുവിട്ടു എന്നും ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്ത, ദുനിയാവിൽ സംതൃപ്തരായ, അതിൽ ശാന്തിയടഞ്ഞ ആളുകളാണ് അള്ളാഹുവിന്റെ വചനങ്ങളിൽ നിന്ന് അശ്രദ്ധരായവർ എന്ന് മറ്റൊരിടത്തും ആക്ഷേപിച്ചതായി കാണാൻ സാധിക്കും. ഈ ആക്ഷേപങ്ങളൊക്കെ ആരെ കുറിച്ചാണ്? ഖുർആൻ പഠിക്കാത്തവരെ കുറിച്ചാണ്. ഈ പ്രോത്സാഹനം ആരെ കുറിച്ചാണ്? ഖുർആൻ പഠിച്ചവരെ കുറിച്ചാണ്. ഖുർആൻ സൂറത്ത് ഖമറിൽ 5 സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞ ഒരു വചനമുണ്ട്. ആദ്, സമൂദ്, നൂഹ്, ലൂത്ത്, ഈ പ്രവാചകന്മാരുടെ ജനതകളെ നശിപ്പിച്ചതിന് ശേഷം ആവർത്തിച്ച് ഖുർആൻ പറഞ്ഞ ഒരു വചനം, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. നമ്മൾ പറയുന്നു ഖുർആൻ പഠിക്കാൻ പ്രയാസമാണ്, ഓതാൻ പ്രയാസമാണ്. പക്ഷേ അല്ലാഹു പറയുന്നു, തീർച്ചയായും ഖുർആനിനെ ഞാനിതാ നിങ്ങൾക്ക് എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ. പക്ഷേ ഖുർആനെ കുറിച്ച് ചിന്തിക്കുവാൻ, അത് ഉൾക്കൊള്ളുവാൻ ആരാണ് തയ്യാറ് എന്ന് 4 സ്ഥലത്ത് ഖുർആൻ ആവർത്തിച്ചു. പിന്നീട് ഫിർഔനിന്റെ ജനതയെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ഖുർആനെ നിഷേധിച്ച മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഖുർആൻ വീണ്ടും ആവർത്തിക്കുന്നു, വലഖദ് അഹ്ലക്നാ അശ്യാഅക്കും. ഖുറൈശികളെ, മുശ്രിക്കുകളെ, നിങ്ങളുടെ എല്ലാ കക്ഷികളെയും പൂർവ്വകാലക്കാരെയും നാം നശിപ്പിച്ചിട്ടുണ്ട്. ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആനെ കുറിച്ച് ചിന്തിക്കാൻ ആരാണ് തയ്യാറുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ അവരോട് ആവർത്തിച്ച് ചോദിക്കുന്നു. ഈ ചോദ്യം നമ്മളോടുമാണ്. ഖുർആൻ എളുപ്പമുള്ളതാണ്, അത് പഠിക്കാൻ നമ്മൾ തയ്യാറാണോ? എങ്കിൽ നമുക്കതുകൊണ്ട് പരലോകത്ത് നേട്ടം ലഭിക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറിൽ പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറത്തൻ ലൻ തബൂർ. നേരത്തെ പരലോകത്തുള്ള സംഭാഷണം ഞാൻ പറഞ്ഞുവല്ലോ, ഖുർആനും ഖുർആൻ ഓതിയ ആളും തമ്മിൽ അയാളോട് പറയുന്ന വാക്ക്. ഇവിടെ ഖുർആൻ പറയുന്നത് നമ്മളൊക്കെ ലാഭത്ത് കച്ചവടത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകളാണ്. എന്നാൽ ഏറ്റവും ലാഭകരമായ, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടത്തെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമതായി പറയുന്നത് അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെ പാരായണം ചെയ്യുന്നവർ, നമസ്കാരം നിലനിർത്തുന്നവർ, അവർക്ക് നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവാക്കുന്നവർ. യർജൂന തിജാറത്തൻ ലൻ തബൂർ. ഒരിക്കലും നശിച്ചു പോകാത്ത, നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടത്തെ ആഗ്രഹിച്ചുകൊണ്ടാകുന്നു അവർ ഈ അമലുകൾ ചെയ്യുന്നത് എന്ന് ഖുർആൻ പറയുന്നു. ആ നഷ്ടം സംഭവിക്കാത്ത കച്ചവടത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന, അറ്റുപോകാത്ത അള്ളാഹുവിന്റെ കയറാകുന്ന വിശുദ്ധ ഖുർആൻ പഠിച്ച് പാരായണം ചെയ്ത് പഠിപ്പിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഹിറ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.